അല്ല, ഈ പിയുടെ മകൻ രാജു എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ എറണാകുളത്തുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് വരുമ്പോൾ അദ്ദേഹത്തെ റെനെ ഹോട്ടലിൽ വെച്ച് കണ്ടു. ഞങ്ങളൊരു സൗഹൃദ സംഭാഷണം നടത്തിയിട്ടുണ്ടായി. ഞാനുണ്ടായിരുന്നു, ശോഭയുണ്ടായിരുന്നു, പിന്നെ എൻ്റെ 2-3 സുഹൃത്തുക്കൾ വേറെയും ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ സംസാരിച്ചു. പിന്നെ ശോഭയും രാജുവും എന്ത് സംസാരിച്ചു എന്ന് എനിക്കറിയത്തില്ല, അത് ശോഭയാണ് പറയേണ്ടത്. ഞങ്ങളൊരു സൗഹൃദ സംഭാഷണം അവിടെ കണ്ടപ്പോൾ സുഹൃത്തുക്കൾ എന്ന നിലയിൽ വ്യത്യസ്ത രാഷ്ട്രീയധാരയുണ്ടെങ്കിൽ പോലും നമുക്ക് പല സുഹൃത്തുക്കളും ഉണ്ടാവാറുണ്ട്. എന്നെ സംബന്ധിച്ച് ഒരു സ്വയം സേവകൻ അല്ലെങ്കിൽ BJPയുടെ പ്രവർത്തകൻ, ആ ഐഡിയോളജിയിൽ പ്രവർത്തിക്കുന്ന ആളെന്ന നിലയിൽ ഇന്ന് നമുക്കറിയാം പലരും പല ആളുകളെയും മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ആകർഷിക്കാൻ വിളിക്കാറുണ്ട്. പക്ഷേ നമ്മളൊന്നും അങ്ങനെ മാറുന്ന തരത്തിലല്ല നമ്മെ സംബന്ധിച്ചതുണ്ട്. ഇതെനിക്കൊന്ന് ജാനുവരി മാസത്തിലാണ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജാനുവരിയിലാണ്. കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ വൈകിട്ടായിരുന്നു കണ്ടത്. അപ്പോൾ എന്ത് സംസാരിച്ചു എന്നുള്ളതും എനിക്കറിയില്ല. കാരണം നമുക്ക് അറിയണ്ട, ഞാനൊരു സാധാരണ പ്രവർത്തകൻ എന്ന നിലയിൽ ഒരു സൗഹൃദ സംഭാഷണം നമ്മൾ പല ആളുകളോട് സംസാരിക്കുന്ന രീതിയിൽ കണ്ടു എന്ന് മാത്രം. അത് ഇന്നലെ ഞാൻ മാധ്യമങ്ങളോട് അറിഞ്ഞത് ശോഭ അത് പത്രസമ്മേളനത്തിലൂടെ അറിഞ്ഞാണ്. കാരണം ഇലക്ഷന് ശോഭ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയിൽ പല ആളുകളും പറയുന്നത് അത് തെരഞ്ഞെടുപ്പ് അട്ടിമറി ചെയ്യാനുള്ള അവർക്കെതിരെ ഒരു ടാർഗറ്റ് വെച്ചുകൊണ്ട് ശോഭയ്ക്കെതിരെ ടാർഗറ്റ് ചെയ്യുന്നു, അതിനുവേണ്ട ശ്രമം നടത്തുന്നു എന്നുള്ളതാണ്. അത് വാസ്തവത്തിൽ അന്വേഷിക്കണം, അത് സത്യം എന്താണെന്നുള്ള അന്വേഷിക്കണം. പക്ഷെ കണ്ടു എന്നുള്ളത് സത്യം തന്നെയാണ്.